കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഉറപ്പായും ഈ അന്വേഷണ ഏജൻസി ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതനുസരിച്ച് നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ വീണ്ടെടുക്കുന്ന കാര്യത്തിലായാലും കുറ്റവാളികളെ കണ്ടെത്തുന്ന കാര്യത്തിലായാലും അവർക്ക് തക്കതായ ശിക്ഷ നൽകുന്ന കാര്യത്തിലായാലും അത് നടന്നിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോഴും ദൗർഭാഗ്യവശാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിൽ കേന്ദ്രീകരിച്ചായാലും ചില സമര പരമ്പരകൾ അരങ്ങേറുകയാണ്. ഞങ്ങളെ ജീവനക്കാരെ ആക്രമിക്കുന്നു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ചില പ്രതിഷേധ പരിപാടികൾ നടക്കുന്നു. ഞങ്ങളുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ആവശ്യമില്ലാത്ത നടപടിക്രമങ്ങൾ നടക്കുന്നു. നിഷേധങ്ങളും സമരങ്ങളും അരങ്ങേറുന്നു. അപ്പൊ ഇത് ദൗർഭാഗ്യകരമാണ്. നമുക്കറിയാം 1252 ക്ഷേത്രങ്ങൾ, ശബരിമല മുതൽ താഴെ പെട്ടി ക്ഷേത്രം വരെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവാദികളും ഒക്കെ പരിപാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് ചെറുതല്ല. ലക്ഷോപലക്ഷം വിശ്വാസികളുടെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ വിശ്വാസവും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. അതിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട് സുവ്യക്തമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് 6 ആഴ്ച ഒന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകണം. 6 ആഴ്ച ക്ഷമിച്ച് ഈ അന്വേഷണ ഏജൻസിയോട്, കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന ഈ അന്വേഷണ ഏജൻസിയോട് സഹകരിക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകണം. അതല്ല, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുവാൻ തയ്യാറാകണം. ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് കോടതിയുടെ നിരീക്ഷണത്തിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് കൂടുതൽ ഗൗരവമായ ഒരു അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. പക്ഷേ മറിച്ചുള്ള പ്രചരണങ്ങൾ, CBI വരണം, അതിനു മേലുള്ള ഏജൻസികൾ വരണമെന്നുള്ള തരത്തിൽ ഇവിടെ പ്രചാരങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിൽ അത് പറയണം. കേരളത്തിലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അത് പറയണം. കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഏജൻസി ഇവിടെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയണം. അതല്ലെങ്കിൽ കൃത്യം 6 ആഴ്ച, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ ആ അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ടുള്ള സമയം 6 ആഴ്ച, അതുവരെ ക്ഷമിക്കുവാനുള്ള മഹാമനസ്കത പ്രതിപക്ഷ നേതാവും മറ്റ് പ്രതിപക്ഷ കക്ഷികളും കാണിക്കണമെന്നാണ് വിനയപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂർണ്ണമായും സമ്പൂർണമായും പരിശുദ്ധമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ എത്രയോ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും എത്രയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. 98-ൽ പൂശിയ സ്വർണമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത്, ഞങ്ങളെടുത്ത നിലപാടെന്താ? 98 മുതൽ അന്വേഷിക്കട്ടെ, ഞങ്ങളുടെ കാലം വരെ അന്വേഷിക്കട്ടെ. അതിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരട്ടെ. നിങ്ങൾ നോക്കൂ, 2019 ശേഷം മാത്രം അന്വേഷിച്ചാൽ മതിയോ? 2000-ലെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? 2007 നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? 2011 നടന്ന ബോർഡിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? 2016 നടന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണ്ടേ? എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്? ഞങ്ങളങ്ങനെ ഇതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അന്നുള്ളവരെല്ലാം വിശുദ്ധന്മാരാണ്, ഞങ്ങളെല്ലാം കൊള്ളക്കാരാണെന്നുള്ള മട്ടിൽ ഈ പ്രചരണം നടത്തുന്നത് അത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കേവലം 6 ആഴ്ച, അത് കോടതി അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിരിക്കുന്ന സമയപരിധിയാണ്. അതുവരെ ക്ഷമിക്കാനും അതുവരെ സഹിക്കാനും ദേവസ്വം ബോർഡുമായി സഹകരിക്കുവാനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മനസ്സ് കാട്ടണമെന്നാണ് വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.